അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിന് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം സാക്ഷ്യം പറയുന്നതിനായി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സുധ ജയ്മോനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ സുധ ജയ്മോനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടി വി പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. എൻ്റെ പേര് സുധ ജയ്മോൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ 9 വർഷമായി കുടുംബമായി ഞങ്ങൾ പഞ്ചാബിൽ അമൃത്സർ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോള് 4ാം ക്ലാസ്സിലും മകൻ LKG ക്ലാസ്സിലും പഠിക്കുന്നു. കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 9 വർഷമായി ശക്തമായി നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നു. എല്ലാ മഹത്വവും മാനം കർത്താവിനെ അർപ്പിക്കുന്നു. ഞാന് എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് വയനാട്ടിലാണ്. വയനാട്ടില് പുൽപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ ആണ് ഞാൻ ജനിച്ചതും എൻ്റെ +2 വരെയുള്ള പഠനങ്ങൾ ഞാൻ ചെയ്തത് അവിടെയാണ്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതാണ്. ഒരു വലിയൊരു തറവാട് കുടുംബമാണ് ഞങ്ങളുടേത്. ഏകദേശം അപ്പച്ചനും അമ്മയും ഒക്കെ അടങ്ങുന്ന 9 സഹോദരങ്ങളുള്ള ഒരു വലിയ തറവാട് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ആ കുടുംബത്തിൽ നിന്നാണ് ഞാനും എൻ്റെ പപ്പയും അമ്മയും, എനിക്കൊരു സഹോദരനും സഹോദരിയുമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. ഞങ്ങള് കുടുംബമായിട്ട് കർത്താവിനെ അറിയുവാൻ കർത്താവ് ഞങ്ങൾക്കൊരു ഭാഗ്യം ഒരുക്കി. വലിയൊരു തറവാട് കുടുംബവും വളരെ ഹിന്ദു രീതിയിലുള്ള പൂജകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളുടെ വീട്ടിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോയും ശിവന്റെ സുബ്രഹ്മണ്യന്റെ ഒക്കെ ഫോട്ടോ വെച്ചും തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ പോയും പൂജകളൊക്കെ ചെയ്തും അങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. മാത്രമല്ല എൻ്റെ പിതാവ് എല്ലാ വർഷവും ശബരിമലയിൽ പോകുവാനുള്ള ആ നോമ്പുകൾ എടുക്കുകയും വളരെ കൃത്യമായി ശബരിമലയിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്തൊക്കെയും എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു അശാന്തി അല്ലെങ്കിൽ ഒരു സമാധാനമില്ലായ്മ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അത് അത്രയും മനസ്സിലായിരുന്നില്ല. എന്നാൽ എൻ്റെ മമ്മി ചെറുപ്പം മുതലേ ഇങ്ങനെ ഈ യേശുവിന്റെ പാട്ടുകൾ കേൾക്കുവാനും യേശുവിന്റെ കഥകളെ കേൾക്കുവാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് ഇതുപോലെ സുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് സഹോദരിമാര് വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവര് പെന്തക്കോസ്തൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല അവര്. പക്ഷെ അവര് കൊണ്ടുവരുന്ന ഒരു ട്രാക്ട് എന്ന് പറയുന്നത് വചനോത്സവം എന്ന് പറഞ്ഞൊരു ട്രാക്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് മമ്മിക്ക് സ്ഥിരമായി ഇങ്ങനെ കൊടുക്കും. മമ്മി അത് വായിക്കും. അങ്ങനെ യേശുവിനോട് എന്തോ ഒരു വലിയൊരു ഇഷ്ടം മമ്മിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മമ്മിക്ക് ആ സമയത്ത് ചെറിയ വാദത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിടയ്ക്ക് ഹോസ്പിറ്റലിൽ മമ്മി അഡ്മിറ്റ് ആയി. ആ സമയത്ത് ഇതുപോലെ ആ സഹോദരിമാർ അവിടെ വന്നു. അതുപോലെ ട്രാക്റ്റുകൾ, ഈ വചനോത്സവം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള മാസിക, ആ ട്രാക്ട് വായിക്കാൻ കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമായി മമ്മിക്ക്. അപ്പൊ അന്ന് മുതൽ യേശുവിനോട് ഇങ്ങനെ സംസാരിക്കുക, തനിച്ചിരുന്ന് സംസാരിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഇതൊരു പതിവായി മമ്മി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും കുഞ്ഞുങ്ങളായി ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മമ്മി അത് സീക്രട്ട് ആയിട്ട് ആ ഒരു പ്രാർത്ഥന ചെയ്തു. അതേ സമയം തന്നെ ഞങ്ങൾ ശബരിമലയിൽ, എൻ്റെ പപ്പ ശബരിമലയിൽ പോകും, ഞങ്ങൾ പൂജ ചെയ്യും, അമ്പലത്തിൽ പോകും. ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പ ഞങ്ങളുടെ തറവാട് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് വന്നിരുന്ന എൻ്റെ പപ്പയായിരുന്നു. ആ സമയത്ത് തറവാട്ടില് പിന്നെ ചേട്ടന്മാരുമായിട്ടും സഹോദരിമാരുമായിട്ടും ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. കുടുംബ സ്വത്തിന്റെ പേരിലൊക്കെ പല വിഷയങ്ങളുണ്ടായി. ഞങ്ങൾ അങ്ങനെ തറവാട്ടിൽ നിന്ന് മാറി ഒരു ചെറിയ തൽക്കാലത്തേക്ക്, ആ സമയത്ത് അറിയാം ഈ ഓല, അതുപോലെ കച്ചിപ്പെര എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ഉണ്ടാക്കിയ ഒരു പെരയിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്.
ചാച്ചന് ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ ആ സമയത്ത് പ്രീ ഡിഗ്രി പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അത്യാവശ്യം നന്നായി സംസാരിക്കാൻ അറിയാം, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടും, സമൂഹത്തിലെ പറഞ്ഞാൽ ഒരു മാന്യനായിട്ടാണ് ചാച്ചൻ അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷേ ചില ദുശീലങ്ങളായി, അതായത് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ചില ദുശീലങ്ങളുണ്ട്. എവിടെയെങ്കിലും അടി കണ്ടാൽ ഓടി അവിടെ പോയി ആ അടി സോൾവ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു ആക്റ്റീവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കുള്ള ആക്റ്റീവ്നെസ്സും അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സമൂഹത്തിലൊരു മാന്യനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മി പക്ഷേ ഇതുപോലെ യേശുവിന്റെ കഥകൾ കേട്ടും പ്രാർത്ഥിച്ചും ഒക്കെ ഇരുന്നു. പക്ഷെ ചാച്ചന്റെ മദ്യപാനം വളരെ കൂടുതലായിരുന്നു. എന്നാൽ മദ്യപിച്ച് ഞങ്ങളെ അടിക്കുകയോ അല്ലെങ്കിൽ മമ്മീനെ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മദ്യപാനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വീടിന് അടുത്തായിട്ട് ഒരു 5 കിലോമീറ്റർ അകലെ ഒരു ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ദേവദാസൻ ഇതുപോലെ നിങ്ങള് മരക്കടവ് എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, അവിടെ പോകണം, അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം കാത്തിരിക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം കൊടുത്തു. ആ നിയോഗപ്രകാരം ഇദ്ദേഹം ആ മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് മമ്മി ചെയ്തുകൊണ്ടിരുന്ന, വർഷങ്ങളായിട്ട് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പേപ്പറിൽ ഇങ്ങനെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചാച്ചന്റെ മദ്യപാനം മാറണം, അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മമ്മിയുടെ ഈ പേപ്പറുകൾ നനയുമായിരുന്നു, കണ്ണീര് കൊണ്ട് നനയുമായിരുന്നു. എന്നാലും മമ്മി ആ പേപ്പർ കളയത്തില്ല. കാരണം എന്ന് എനിക്ക് ഇതിനൊരു മറുപടി കിട്ടുന്ന അന്ന് വരെയും ഞാൻ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, യേശു എന്ന വ്യക്തി, അത് യേശു ജീവിക്കുന്ന ദൈവമാണ്. സത്യമായും യേശു ദൈവമാണെങ്കിൽ ഇന്ന് ആരെങ്കിലും എന്റെ കുടുംബത്തിലൊന്ന് അയക്കണമേ. കാരണം എനിക്ക് അവരോട് എന്റെ സങ്കടങ്ങളൊന്ന് പറയണം. എന്റെ വീട്ടിൽ ഈ സമാധാനമില്ലായ്മ, എന്റെ ഭർത്താവിന്റെ ഈ മദ്യപാനം, മോശമായ കൂട്ടുകെട്ട്, ഇതിന്നൊക്കെ എനിക്കൊരു വിടുതല വേണമെന്ന് പറഞ്ഞ് മമ്മി പ്രാർത്ഥിച്ചു. മമ്മി പ്രാർത്ഥിച്ച് മമ്മി കണ്ണ് തുറന്നപ്പോ മമ്മി കാണുന്നത് പരിചയമില്ലാത്തൊരു മുഖം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മമ്മിയായിട്ട് സംസാരിച്ചു. അപ്പൊ മമ്മിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു പാസ്റ്റർ ആണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം മമ്മിയുമായിട്ട് സംസാരിച്ചു, ഞാൻ ഇങ്ങനെ ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മമ്മിയോട് പറഞ്ഞു. അപ്പൊ മമ്മിക്ക് ഭയങ്കര സന്തോഷം, കാരണം പ്രാർത്ഥിച്ച് മമ്മി കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ഈ ദേവദാസനെയാണ്. അങ്ങനെ മമ്മി പറഞ്ഞു, എന്നാല് എന്റെ ഹസ്ബൻഡ് അവിടെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോകാൻ, നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ. അങ്ങനെ മമ്മിയും ആ പാസ്റ്ററും കൂടെ ചാച്ചന്റെ അടുത്ത് പോയി ചാച്ചനുമായിട്ട് സംസാരിച്ചു. അപ്പൊ ചാച്ചൻ എല്ലാവരുടെ ഇടപെടുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ നല്ല മിടുക്കനാണ്. അപ്പൊ ചാച്ചന്റെ സംസാരവും പാസ്റ്റർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്ന് സംസാരിച്ചു പോയി പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളോട് കർത്താവിനെ കുറിച്ചും യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചും ചെറുതായിട്ട് ഞങ്ങളോട് സുവിശേഷം മമ്മിയായിട്ട് പങ്കുവെച്ചു. ഞങ്ങൾക്കത് വളരെ ഒരു ആശ്വാസം തോന്നി. മമ്മി അത് മനസ്സിൽ ഏറ്റെടുത്ത് മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചർച്ചിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ചർച്ചിൽ പോകാൻ ഞങ്ങൾ താല്പര്യം വെച്ചു. പക്ഷെ ചാച്ചന് ആ സമയത്ത് മദ്യപാനം ചാച്ചൻ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാച്ചനോട് പറയും, ചാച്ച ഇത്രയും കുടിക്കരുത്, നമുക്ക് ചർച്ചിൽ പോകണം, അങ്ങനെയൊക്കെ പറയും. പിന്നെ സ്ലോലി ഒരു ദിവസം ചാച്ചൻ തന്നെ തീരുമാനിച്ചു, ഇല്ല, എനിക്ക് ഈ മദ്യപാനം ഉപേക്ഷിക്കണം. ചാച്ചന് തന്നെ തീരുമാനം എടുക്കാനിടയായി. അങ്ങനെ ഞങ്ങൾ ചർച്ചിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞങ്ങൾക്ക് പ്രതികൂലങ്ങളും വിഷയങ്ങളും ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഞങ്ങൾക്ക് എതിരായി. കാരണം ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നുകൊണ്ടും ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുവട്ടം എല്ലാം കൂടുതലും ഹിന്ദു കുടുംബങ്ങളാണ്. അപ്പൊ അവരെല്ലാം ഞങ്ങൾക്കെതിരെ. കാരണം ആ സമയത്ത് ഇപ്പൊ അത്രയും ഇല്ല, ആ സമയത്ത് ആ വയനാട്ടിൽ ആ സ്ഥലങ്ങളിലൊക്കെയും ഇങ്ങനെ പെന്തക്കോസിൽ പോകും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഒരു വിഷയമുണ്ടായിരുന്ന ആഭരണങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചോളം ഒരു വളരെ നിന്ദയുടെ കാരണമാണ്. കാരണം അവരുടെ കുടുംബത്തിൽ ഒരാൾ പെന്തക്കോസ്തിൽ പോയി അവർക്ക് ഇപ്പോൾ ആഭരണമില്ല, അത് അവരെ സംബന്ധിച്ചോളം വളരെ ഒരു നിന്ദയുടെ ഒരു കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ചിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പരിഹാസപാത്രമായിരുന്നു. അപ്പൊ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി, നിങ്ങൾ പെന്തക്കോസിൽ പോയി എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ചാച്ചന് വന്ന ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുള്ള ഒരു മാനസാന്തരമായിരുന്നു. ചാച്ചനും പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ചർച്ചിൽ പോകാം. അപ്പം ചാച്ചന്റെ സഹോദരങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങളും സ്വത്തിന്റെ വിഷയത്തിൽ അവർ ചാച്ചനെ
തള്ളി പറഞ്ഞതും ഒക്കെ ഓർത്തപ്പോൾ ചാച്ചന് തോന്നി എനിക്ക് ഒരാശ്രയം വേണം എന്ന് ചാച്ചനും തോന്നി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ചർച്ചിൽ പോകാൻ തുടങ്ങി. 1998 ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം 1999 ജനുവരി 31 കുടുംബമായിട്ട് കർത്താവിനെ സാക്ഷീകരിക്കുക. ഞാനും പപ്പയും അമ്മയും എൻ്റെ 2 സഹോദരങ്ങളും ഞങ്ങൾ 5 പേര് കുടുംബമായി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പപ്പ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സാമൂഹ്യ സേവകനൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ചർച്ചിൽ പോകാൻ തുടങ്ങിയപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടം കോളനിയാണ്, ആദിവാസി കോളനികളാണുള്ളത്. അപ്പോൾ ആ കോളനിയിൽ നിന്നും കുറെ പേര് ഞങ്ങൾക്കുണ്ടായ ഈ മാറ്റം, ഞങ്ങൾ സൺഡേയിൽ ചർച്ചിൽ പോകുന്നൊക്കെ കണ്ടപ്പോൾ അവരത് കണ്ട് അവരും വളരെ ഉത്സാഹിതരായി. അവരും ഞങ്ങളുടെ കൂടെ ചർച്ച വരാൻ തുടങ്ങി. മൊത്തത്തിൽ പറയാൻ ഞങ്ങളുടെ കോളനിയിൽ തന്നെ വലിയൊരു രൂപാന്തരമായിരുന്നു ആ സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരും ഞങ്ങളുടെ കൂടെ ചർച്ചിൽ വരാൻ തുടങ്ങി. അപ്പൊ നാട്ടിലെല്ലാവർക്കും അതൊരു വർത്തമാനമായി, ഒരു വലിയൊരു പാട്ട് പോലെയായി. സുന്ദരൻകുട്ടി എന്നാണ് എൻ്റെ പപ്പയുടെ പേര്. പപ്പയുടെ സുന്ദരൻകുട്ടിയുടെ കൂടെ ഇവരെല്ലാം പെന്തക്കോസ്തിൽ പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കുണ്ടായ സന്തോഷവും ആ ആരാധനയിൽ ഉണ്ടായ സന്തോഷം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവര് പറയുന്ന പരിഹാസങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും ഏറ്റില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടെ 1999 ജനുവരി 31 ഞങ്ങൾ കർത്താവിനെ സാക്ഷീകരിച്ചു. ഞങ്ങൾ സ്നാനപ്പെടുന്നതും വളരെ സീക്രട്ട് ആയിട്ടാണ് ഞങ്ങൾ പോയി സ്നാനപ്പെടുന്നത്. ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് വളരെ ദൂരം ഒരു നദിയുണ്ട്. ആ പുഴയിൽ പോയി ആരോടും പറഞ്ഞില്ല ഞങ്ങളുടെ സ്നാനത്തെ കുറിച്ച്. ഞങ്ങൾ അവിടെ പോയി കർത്താവിനെ സ്നാനപ്പെട്ടു. അതിനുശേഷം ഞങ്ങള് ചർച്ചില് വളരെ ആക്റ്റീവായി കർത്താവിനെ ആരാധിക്കുകയും അഭിഷേകം പ്രാപിക്കുകയും ഒക്കെ ചെയ്തു. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ പപ്പ ആ സമയത്ത് ഞങ്ങളുടെ ഹോട്ടല് ഞങ്ങൾ നിർത്തിവെച്ചു. പിന്നെ പപ്പ ചെയ്തുകൊണ്ടിരുന്ന ചാച്ചൻ കൂലിപ്പണിക്ക് പോകുമായിരുന്നു. ആ സമയത്തൊക്കെ അവിടെ കുരുമുളക് കൃഷിയൊക്കെയാണ് വയനാട്ടിൽ കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ കുരുമുളക് എല്ലാം നഷ്ടപ്പെട്ടു, കൃഷിയെല്ലാം വരൾച്ച വന്ന് ഞങ്ങളുടെ കൃഷികളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പണി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഒരു ദിവസത്തെ ദിവസക്കൂലി എന്ന് പറയുന്ന ആ സമയത്ത് 100 രൂപയുള്ളൂ. അപ്പൊ ഈ 100 രൂപയ്ക്ക് വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, ഞങ്ങളുടെ വിദ്യാഭ്യാസം, എല്ലാത്തിനും ഞങ്ങൾ വളരെ സാമ്പത്തികമായി വളരെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നത്. ഞങ്ങൾക്ക് സ്കൂളിലെ ആവശ്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതായത് പുസ്തകം മേടിക്കാൻ പൈസയില്ല, ബാഗ് മേടിക്കാൻ പൈസയില്ല, ചെരുപ്പില്ല. പക്ഷെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഞങ്ങൾ നല്ല മിടുക്കരായിരുന്നു. ഞങ്ങൾ നന്നായി പഠിക്കുന്ന പിള്ളേരായിരുന്നു. പക്ഷെ ഞങ്ങൾ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് ബുക്ക് മേടിക്കാൻ പറ്റത്തില്ല, യൂണിഫോം ഇല്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഞങ്ങൾ ടീച്ചർമാരുടെ മുമ്പിലും സ്കൂളിലൊക്കെ ഞങ്ങൾ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. കാരണം പൈസ ഇല്ലാത്ത എന്നൊരു കാരണം കൊണ്ട്. പക്ഷെ ആ സമയത്ത് ഇതുപോലെ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയത്ത് ചാച്ചന് കൂലിപ്പണിക്ക് പോകുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നു. ആ സമയത്താണ് ചാച്ചന് പെട്ടെന്ന് പനി വരികയും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പനി വരും. പനി വന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, പിന്നെ കുറയും, പിന്നെ തിരിച്ചു വരും. പക്ഷെ ആ പനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്കെന്നാ കൂടുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അസുഖങ്ങൾ വരുന്നത് എന്ന് അറിയാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല. അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടുന്ന് മരുന്ന് മേടിച്ചിട്ട് ഒരു പിറ്റേ ദിവസം മുതൽ പിന്നെയും ചാച്ചൻ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണല്ലോ, ഭക്ഷണ സാധനങ്ങൾ മേടിക്കണല്ലോ, അരി മേടിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചാച്ചൻ പിന്നെയും പണിക്ക് പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒട്ടും പണിക്ക് പോകാൻ പറ്റാണ്ടായി, വീട്ടിൽ കിടപ്പായി പോയി. ആ സമയത്ത് ഞങ്ങളുടെ സഭയിൽ ഒരു ജോണി ചായ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ചാച്ചനോട് പറഞ്ഞു, എത്ര ദിവസമായിട്ട് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നത്, നമുക്കെന്നാ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി, ഒന്ന് ബ്ലഡ് ചെക്ക് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ചാച്ചൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അവിടം വരെ പോകാനുള്ള വണ്ടിക്കൂലി വരെ എൻ്റെ അടുത്ത് എടുക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാത്തെ. എന്തായാലും അച്ചായൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ആ അച്ചായന്റെ ജോണിച്ചായന്റെ കൂടെ എൻ്റെ ചാച്ചനും ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ചാച്ചന് ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു അസുഖമാണെന്ന് മനസ്സിലായി. അതിന്റെ 4th സ്റ്റേജിൽ എത്തിയിരുന്നു. അപ്പം പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങള് വയനാട് എന്ന് പറഞ്ഞ ഒരു പിന്നോക്ക ഏരിയ ആണ്. ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖങ്ങളൊന്നും വളരെ വിരളമായിരുന്നു ആ സമയത്തൊക്കെ അവിടെ. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഇത് എന്ത് അസുഖമാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിനെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, ഇത് 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഡേഞ്ചർ ആണെന്നുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ സമയം ഞാന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ചേച്ചി ഡിഗ്രി ചെയ്യുന്നു, ഡിഗ്രി ഫൈനൽ ഇയർ, എൻ്റെ ചേട്ടൻ ഡിഗ്രി സെക്കൻഡ് ഇയറും, ഞാൻ +2 ചെയ്യുന്നു. ഞങ്ങളുടെ പഠിത്തം എല്ലാം അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കയറേണ്ട സമയമായി. ഞാൻ +2 കഴിയാറായി, ചേച്ചി പിന്നെ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം, ചേട്ടൻ ഡിഗ്രി ഫൈനൽ ഇയർ ആവുന്നു. അപ്പം എല്ലാം ഒരു എഡ്ജിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ചാച്ചൻ ഇങ്ങനെ ഈ ക്യാൻസർ എന്ന അസുഖം പിടിക്കപ്പെടുന്നത്.
അത് കേട്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ആ സമയത്ത് കർത്താവിനെ അറിഞ്ഞതുകൊണ്ടും ആ ഹിന്ദു സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതുകൊണ്ടൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഉന്മേഷവും ഭയങ്കര തീഷ്ണതയായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വിടുവിക്കും. അങ്ങനെ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സഹോദരൻ ജോണി എന്ന് പറഞ്ഞ സഹോദരൻ ചാച്ചനെ കൂട്ടിക്കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ല, വയനാട്ടിലില്ല. നിങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം. അവിടെ പോയാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ചികിത്സ നിങ്ങൾക്ക് സൗജന്യമായിരിക്കും, അവിടെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ജോണി എന്ന് പറഞ്ഞ സഹോദരന്റെ കൂടെ ചാച്ചൻ അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ വിവരം ഞങ്ങളുടെ വീട്ടുകാർക്കും മനസ്സിലായി, ഇങ്ങനെ ചാച്ചന് സുഖമില്ലാന്നും. അപ്പോൾ അവര് ഞങ്ങൾക്ക് എതിരായി സംസാരിക്കാൻ തുടങ്ങി. അവര് പറയാൻ തുടങ്ങി, ഇവര് പെന്തക്കോസിൽ പോയത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഒരു വലിയൊരു അസുഖം വന്നത്, അല്ലെങ്കിൽ ഇവരുടെ ദൈവം ഇവരോട് കോപിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു അസുഖം വന്നതെന്നൊക്കെ ഇവർ പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികളും ഞങ്ങളുടെ ദേവദാസനെല്ലാം ഞങ്ങളെ വളരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യും. അപ്പൊ ഞങ്ങളും ഈവൻ ഞാനും അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്, ഇത്രയും ദാരിദ്ര്യത്തിലും എല്ലാം നിന്ന സഹിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്റേത്. അപ്പൊ ദൈവം ഇങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഇത്രയും വലിയൊരു രോഗം വന്ന് ചാച്ചൻ ഇപ്പോഴേ അങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ, പിന്നെ ഞങ്ങളെ ആരാ നോക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ദൈവം അത്രയൊന്നും ക്രൂരത ഞങ്ങളോട് കാണിക്കത്തില്ല എന്നായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതേ സമയത്ത് തന്നെ കുറച്ച് ദേവദാസന്മാര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവര് ഞങ്ങളോട് പറയും, നിത്യജീവനെ കുറിച്ച് അവർ സംസാരിക്കുമായിരുന്നു. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതമല്ല നമുക്ക് വലുത്, നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നൊക്കെ ഉള്ള ദൈവവചനങ്ങൾ സംസാരിക്കുമ്പോൾ അവരോട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടൊരു അല്പം അകലച്ച തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നിന്നൊരു വലിയ അത്ഭുതമാണ് ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ദാരിദ്ര്യത്തിൽ കൂടെ വന്നൊരു കുടുംബം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നു, എല്ലാവരും ഞങ്ങളെ പരിഹസിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അന്നേരം വേണ്ടത് ദൈവം ഒരു അത്ഭുതം ചെയ്യും എന്നുള്ള ഒരു സംസാരമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പക്ഷെ അവര് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ വേണം എന്നൊക്കെ എന്റെ ചാച്ചനോട് പറയുമ്പോൾ ഞങ്ങൾക്ക് അല്പം വിഷമം തോന്നി. അയ്യോ, ഈ ദേവദാസൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും, ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു മെസ്സേജിന്റെ ആവശ്യമല്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ ഞങ്ങൾക്കുള്ളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ വരുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിക്കുവാനും പക്വതയോടെ സംസാരിക്കാനൊക്കെ ദൈവം ആ സമയത്ത് ഞങ്ങൾക്ക് കൃപ നൽകി. അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി വന്നും അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബക്കാര്, പ്രത്യേകിച്ച് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത് മൂലം സ്നാനപ്പെട്ട അന്ന് മുതൽ അവര് ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ അടുത്തടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, പക്ഷെ ഞങ്ങളെ കണ്ടാൽ സംസാരിക്കാറൊന്നുമില്ല. ആ ചാച്ചൻ അത്രയും സുഖമില്ലാതിരുന്ന സമയത്ത് പോലും ഞങ്ങളുടെ വീട്ടിൽ അന്ന് കറണ്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് എന്റെ പപ്പയുടെ അനിയന്റെ വീട് തൊട്ടടുത്താണ്, അവരുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. അപ്പൊ ചാച്ചൻ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പം അവരുടെ വീട്ടില് ലൈറ്റ് ഓൺ ചെയ്താൽ കിട്ടുന്ന ആ വെട്ടം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് രാത്രിയിലേക്ക് നടന്നു വരാൻ ഇച്ചിരി എളുപ്പമാണ്. പക്ഷെ ഞങ്ങളോടുള്ള ആ വിദ്വേഷം കാരണം അവർ ആ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ചാച്ചന് നടക്കാനൊക്കെ പ്രയാസം. അപ്പൊ ഞങ്ങൾ ചാച്ചന്റെ കയ്യിൽ എടുത്തുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങളോടുള്ള ഞങ്ങള് വിശ്വാസത്തിൽ പോയതിന്റെ ആ വിദ്വേഷം പല രീതിയിൽ അവർ ആ സമയങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് തോന്നി, എന്റെ ചാച്ചൻ പെട്ടെന്ന് മരിക്കും, ഈ അസുഖമൊക്കെ അല്ലേ, പെട്ടെന്ന് മരിക്കും, എന്നാ പിന്നെ ഹിന്ദുയിസത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കർമ്മം ചെയ്യണം, സേവ ചെയ്യണം, അതുകൊണ്ട് നമ്മളാൽ ആകുന്ന കർമ്മങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാം എന്നൊരു ചിന്ത അവർക്ക് വന്നപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. വന്ന് ഞങ്ങൾക്ക് വേണ്ട ആഹാര സാധനങ്ങൾ മേടിച്ചു തരിക, ഞങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങൾ മേടിച്ചു തരിക, ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് പിന്നെ അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നാള് അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അവർ വരുന്നു, ഞങ്ങളെ കാണുന്നു, ചാച്ചന് വേണ്ട മരുന്നുകൾ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇവരുടെ ഉള്ളില് ഇവർ ഓർത്തുകൊണ്ടിരുന്ന ചാച്ചൻ പെട്ടെന്ന് മരിക്കും, അപ്പൊ എത്രയും വേഗത്തിൽ നല്ല രീതിയിൽ ഇവർക്ക് സേവ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തു കൊടുത്ത് ആ പുണ്യപ്രവൃത്തിക്കുള്ള ആ പ്രതിഫലം മേടിക്കുക എന്നൊരു ധാരണയോട് കൂടിയാണ് അവർ ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ചാച്ചന് ആ അസുഖം വന്നിട്ട് ഏകദേശം 1.5 വർഷത്തോളം ചാച്ചൻ ജീവിച്ചു. അപ്പൊ അതൊരു ലോങ് പീരീഡ് ആയപ്പോ അവര് ഓർത്ത് പെട്ടെന്ന് ഒരു മരണമാണ് അവർ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു മരണം അവിടെ സംഭവിച്ചില്ല. അപ്പോൾ അവര് പൈസ ഇറക്കി അവരും മടുത്തു. ചാച്ചനാണെങ്കിൽ അസുഖം കുറയുന്നുമില്ല.
ചികിത്സിച്ച് അവരും മടുത്തു. അങ്ങനെ അവർ പിന്നെ ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ ഇനി പ്രാർത്ഥനയ്ക്ക് പോകാൻ പാടില്ല, നിങ്ങൾ ഇനി ചർച്ചിൽ പോകാൻ പാടില്ല, ഇതുവരെയായിട്ടും അവന്റെ അസുഖം മാറിയിട്ടില്ല, നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ ഈ പെന്തക്കോസ്തിൽ പോയത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഇത്രയുമുള്ള രോഗങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പെന്തക്കോസ്ത് വിശ്വാസം വിടണമെന്ന് പറഞ്ഞു. അത് സംസാരിക്കുന്ന ഞങ്ങൾ ഒരു ദിവസം ചർച്ചിൽ ആരാധന കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങളെ വിളിച്ചു നിർത്തി, ഞങ്ങളുടെ കുടുംബത്തിലെ എന്റെ പപ്പയുടെ മൂത്ത സഹോദരനാണ് ഞങ്ങളോട്, വലിയ ചാച്ചനാണ് ഞങ്ങളോട് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ അമ്മ പറഞ്ഞു, ഞങ്ങള് ആരാധനയ്ക്ക് പോയിട്ട് വന്നാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ചാച്ചനെ ദൈവം വിടുവിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിലൊരു നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ചർച്ചിൽ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ വളരെ മോശമായി ഞങ്ങളോട് സംസാരിച്ചു. എന്നാൽ ഇനി നിങ്ങളുടെ ഇഷ്ടമായി, മക്കൾക്ക് ജോലിയായിട്ടില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാകും എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ വളരെ വേദനിപ്പിച്ചു പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളെ വളരെ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇനി തുടർന്ന് ചികിത്സിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങൾ ഇനി എങ്ങനെ ചികിത്സിക്കും എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ചർച്ചിൽ പോകുമ്പോഴും ആരാധിക്കുമ്പോഴും കർത്താവ് ഞങ്ങൾക്ക് വലിയൊരു ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷവും ഒരു പ്രത്യാശയും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടുകാര്, എന്റെ ചാച്ചന്റെ വീട്ടുകാര് ആ സമയത്ത് ഞങ്ങളെ വന്ന് സഹായിക്കാൻ തുടങ്ങിയത് ഇതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടുമെന്നൊരു ചിന്തയോടുകൂടിയാണ് അവർ ഞങ്ങളെ സമീപിച്ചത്. എന്നാൽ അവർ പെട്ടെന്നൊരു മരണം ആഗ്രഹിച്ചു. എന്നാൽ ചാച്ചൻ അങ്ങനെ പെട്ടെന്ന് ഒരു മരണം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ചേച്ചി ഡിഗ്രി കംപ്ലീറ്റ് ആയി, എൻ്റെ ചേട്ടന് ഡിഗ്രി കംപ്ലീറ്റ് ആയി, തുടർന്ന് ഞങ്ങളുടെ പഠന കാര്യങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ചാച്ചന് ഈ അസുഖവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അതിനിടയിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതകരമായ ഒരു അനുഭവം ഞാൻ ഇതിനിടയിൽ പറഞ്ഞു കൊള്ളട്ടെ. ഞങ്ങള് ചാച്ചന് അസുഖം വന്നതിന് ശേഷം ഓരോ ദിവസത്തെ ആഹാര കാര്യങ്ങളൊക്കെയും ദൈവം ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ടാണ് തന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രാവിലെ പല്ല് തേക്കവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മി ചാച്ചനോട് വന്ന് പറഞ്ഞു, ചാച്ച ഇന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ ഇന്ന് അരി ഇല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ചാച്ചൻ മമ്മിയോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഏതായാലും വെള്ളം അടപ്പത്ത് വെക്ക്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മുറ്റത്ത് നിന്ന് ഞങ്ങൾ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വീടിനടുത്ത് ആദിവാസി കോളനികളാണുള്ളത്. അവിടുന്ന് ഒരു കുഞ്ഞു കൊച്ച് തലയിൽ ഒരു കലം വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ മമ്മി വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, മോളെ ഇതെന്താന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ അമ്മ തന്നു വിട്ടതാ, നിങ്ങളുടെ വീട്ടിൽ തരാൻ വേണ്ടി ഏൽപ്പിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നോക്കിക്കൊണ്ട് ഒരു കുഞ്ഞു കലത്തിനകത്ത് നിറച്ചും അരി ഞങ്ങളുടെ വീട്ടിലേക്ക് ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ ശേഷം മമ്മി അവർ വീട്ടിൽ പോയി ചോദിച്ചു. അതൊരു ആദിവാസി സ്ത്രീയാണ്. മമ്മി അവരോട് ചോദിച്ചു, അല്ല ലീല സിസ്റ്ററെ, നിങ്ങൾ എന്താ രാവിലെ അരി കൊടുത്തു വിട്ടെ? അപ്പൊ ആ സഹോദരി പറഞ്ഞു, ചേച്ചി ഞാൻ രാവിലെ ഇവിടെ അരി എടുക്കാൻ നേരത്തെ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു, ഇത് ആദ്യം ഓമന ചേച്ചിക്ക് കൊണ്ടേ കൊടുക്കണം, അവരുടെ വീട്ടിൽ ഇത് കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തന്നുകൊണ്ടിരുന്നത്. ഈവൻ എന്റെ +2 പഠന സമയത്ത് ചാച്ചന് അസുഖം വന്ന കാരണം എനിക്ക് ബുക്കുകൾ മേടിക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു. ഞാൻ +2 സയൻസ് ഗ്രൂപ്പാണ് ഞാൻ എടുത്ത് പഠിച്ചത്. അപ്പം എല്ലാവരും ബുക്സ് മേടിച്ചു, സയൻസിന്റെ, കെമിസ്ട്രി എല്ലാം നല്ല വലിയ വലിയ ബുക്സുകൾ. എനിക്കത് മേടിക്കാൻ ആ സമയത്ത് പൈസയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബയോളജി ടീച്ചർ സിന്ധു എന്ന് പറയുന്ന ഒരു ഹിന്ദു ടീച്ചറാണ്. ഞാൻ ആ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ടീച്ചറും ആ വർഷത്തേക്ക് വേണ്ട എൻ്റെ എല്ലാ ബുക്സുകളും അവരെനിക്ക് മേടിച്ചു തരുവാനിടയായി. അതുപോലെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ട വണ്ടിക്കൂലി വരെ അവര് കളക്ട് ചെയ്ത് ആ വർഷത്തെ എൻ്റെ പഠനം നന്നായി കംപ്ലീറ്റ് ചെയ്യുവാന് ആ ടീച്ചർ മുഖാന്തരം ദൈവം ഇടയാക്കി. ഞാൻ ആ ടീച്ചറെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം എൻ്റെ ചാച്ചന്റെ രോഗം വളരെ മൂർധന്യ അവസ്ഥയിലായിക്കൊണ്ടിരുന്നു. അപ്പോൾ ചർച്ചിൽ പോകാൻ പിന്നെ പറ്റാണ്ട്, നടക്കാൻ പറ്റാണ്ട്, കാരണം ഈ അസുഖം എല്ലിലെല്ലാം വ്യാപിച്ചു, ബോൺമാരോയുടെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ബോഡിയിൽ ഈ അസുഖം വ്യാപിച്ചു. പക്ഷെ ചാച്ചനെ സംബന്ധിച്ചോളം രാവിലെയുള്ള പ്രാർത്ഥന, ആരാധന ഇതൊന്നും മുടക്കാതെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ഉന്മേഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിൽ വരുന്നവർ ചോദിക്കുന്ന, നിങ്ങൾ ആരാണ് രോഗി എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ചാച്ചൻ വളരെ ആക്റ്റീവ് ആയിരുന്നു ആ സമയത്തെല്ലാം.
അപ്പം ചർച്ചിൽ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൊക്കെ നടക്കാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഒക്ടോബർ മാസം ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ ഉപവാസ പ്രാർത്ഥന കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ വരണം, കർത്തൃമേശയുണ്ട്, കർത്തൃമേശ പങ്കെടുക്കരുത്. പക്ഷെ ചാച്ചന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ചാച്ചൻ അന്ന് ആരാധനയിൽ പോകാൻ പറ്റിയില്ല. ചാച്ചനും മമ്മിക്കും. ഞങ്ങൾ മക്കൾ 3 പേര് ആരാധനയിൽ പങ്കെടുത്തു. ആരാധന കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. അപ്പം ചാച്ചന് കർത്തൃമേശയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞു, ജോണിച്ചാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ അവിടെ വാ, അവിടെ വെച്ച് ഞാൻ സുന്ദരൻകുട്ടി ചായന് കർത്തൃമേശയും അവിടെ വെച്ച് കൊടുക്കുക, അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ആ സഹോദരന്റെ വീട്ടിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയി ചാച്ചനും മമ്മിയും പുറകെ അവരൊരു ഓട്ടോ വിളിച്ച് അവർ വന്നു. അവിടെ വന്ന് ഓട്ടോ ഇറങ്ങിയപ്പോ തന്നെ ചാച്ചന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാലൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. ആ സ്ലിപ്പായപ്പോഴത്തേക്കും ഈ കാലിന്റെ തുടയെല്ല് പെട്ടെന്ന് അങ്ങ് പൊട്ടി. കാരണം ഇത് ഈ എല്ലിനായിരുന്നു ഈ അസുഖം വ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലെല്ലാം വളരെ വീക്കായി പോയിരുന്നു. അപ്പം ഓട്ടോയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കാല് സ്ലിപ്പ് ചെയ്തപ്പോഴത്തേക്കും ആ എല്ല് പൊട്ടി. അപ്പൊ ചാച്ചന് ഭയങ്കര വേദന വന്നു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓട്ടോ വരുന്ന സൗണ്ട് എല്ലാം കേട്ട് ഞങ്ങൾ എല്ലാവരും ഓടി വെളിയിലേക്ക് ഇറങ്ങി. ചാച്ചന്റെ വളരെ സ്ക്രീം ചെയ്യുന്ന, ഇങ്ങനെ അലറി പറയുന്ന ഒരു വല്ലാത്തൊരു സൗണ്ട് കേട്ടു. അപ്പൊ ഞങ്ങൾ ഓടിച്ചെന്നു നോക്കിയപ്പോ ഞാൻ കാണുന്നത് ചാച്ചന്റെ കണ്ണെല്ലാം മുകളിലോട്ട് പോയി, അങ്ങ് മരിച്ചു പോവുകയാണ് ചാച്ചൻ. അപ്പൊ ചാച്ചൻ ഇങ്ങനെ വിളിച്ചലറി കരയുന്നുണ്ട്, അയ്യോ ഞാൻ എവിടെയാ. അപ്പൊ ഞങ്ങൾ ഓടിച്ചെന്ന് ചാച്ചനെ പിടിച്ച് ഞങ്ങൾ പറയില്ല, എന്റെ ചാച്ചൻ ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ, ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പിന്നെ കണ്ണെല്ലാം താഴെ വന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ കാലിവിടെ ഒടിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളവരെ ഞങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞില്ല. അസഹനീയമായ വേദനയായിരുന്നു ചാച്ചന്. അപ്പൊ അന്ന് ആ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന അന്ന് അകത്തേക്ക് സ്റ്റെപ്പ് എടുത്ത് കയറാൻ പോലും പറ്റാത്തത് കൊണ്ട് അന്ന് മുറ്റത്തിരുന്ന ഉപവാസ പ്രാർത്ഥന കൂടി അന്ന് അവിടെ കർത്തൃമേശയിലും ഭാഗവാക്കാകുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം അന്ന് ഹർത്താൽ ആയതുകൊണ്ട് പിറ്റേ ദിവസം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയി. അപ്പോൾ ഈ വിവരം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ എങ്ങനെയോ ഈ വിവരം അറിഞ്ഞു. അപ്പോൾ അവർ കൂടുതൽ ഞങ്ങളെ പഴിക്കുവാനിടയായി. പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരാ, എന്തിനാ ഈ വയ്യാത്ത വ്യക്തി കൊണ്ട് ഇവര് പ്രാർത്ഥനയ്ക്ക് പോയേ, അമ്മയും മക്കളും അദ്ദേഹത്തെ കൊണ്ട് നശിപ്പിക്കുകയാണ്, ഈ പെന്തക്കോസിൽ കൊണ്ട് നശിപ്പിക്കുകയെന്ന് പറഞ്ഞു വളരെ മോശമായിട്ട് എല്ലാവരോടും ആ ന്യൂസ് ഒക്കെ പറഞ്ഞും ഞങ്ങളെ വളരെ മോശമായിട്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒക്ടോബർ 1-ാം തീയതി ചാച്ചന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഒക്ടോബർ 19-ാം തീയതി ചാച്ചന് ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ വേണം. അപ്പം അദ്ദേഹം ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ ചാച്ചന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നത്, എത്രയും ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണം, എന്റെ പിള്ളേരെ എനിക്ക് കാണും. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഫോണില്ല, ഞങ്ങളുടെ അയൽപക്കത്തെ വീട്ടിലാണ് ഫോൺ വരുന്നത്. അപ്പം അവിടെ മമ്മി ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും, ചാച്ചന്റെ വിവരങ്ങളൊക്കെ പറയും. അപ്പം ഞങ്ങൾക്കും ചാച്ചനെ കാണാഞ്ഞിട്ടുള്ള വിഷമങ്ങളുണ്ട്. എന്നാൽ ചാച്ചനും എന്റെ ആങ്ങളെയും മമ്മിയും ഈ ജോണിച്ചായ എന്ന് പറഞ്ഞ അദ്ദേഹം, ഇവരാണ് ഹോസ്പിറ്റലിൽ ചാച്ചന്റെ കൂടെ 3 പേര് നിന്നിരുന്നത്. ഞാനും എന്റെ ചേച്ചിയും ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ ജോണിച്ചാൻ എന്ന് പറഞ്ഞ അച്ചായന്റെ വീട്ടിൽ ഞങ്ങൾ കിടക്കാൻ പോകും. ഈ സമയത്തൊക്കെ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എന്നാലും ആരും ഒരു കാര്യം ഞങ്ങളുടെ കാര്യം അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ കഴിക്കുന്നുണ്ടോ, ഞങ്ങൾ കുടിക്കുന്നുണ്ടോ, ഞങ്ങൾ അവിടെ എങ്ങനെ ജീവിക്കുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല, എന്റെ വീട്ടിൽ ആഹാരമില്ല. പിന്നെ വിറകില്ല, ഞങ്ങൾക്ക് ഭക്ഷണം പാചകം വിറകില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ വരും, വിറകെല്ലാം നനഞ്ഞു പോകും. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലൂടെയാണ് ആ സമയത്ത് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ 19-ാം തീയതി ചാച്ചന് ഓപ്പറേഷൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഒരു വിൽ പവർ കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ കൊടുക്കാൻ പോകുന്നത്, നമുക്ക് നോക്കാം സക്സസ് ആകുമോ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 19-ാം തീയതി ചാച്ചന് ഹോസ്പിറ്റലിൽ ഓപ്പറേഷനായിട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഓപ്പറേഷൻ ഹോസ്പിറ്റൽ ഇതുപോലെ ഹോസ്പിറ്റൽ മിനിസ്ട്രീസിനായിട്ട് കുറെ ദേവദാസന്മാരും ദൈവമക്കളും കടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ചാച്ചൻ വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അവരെല്ലാം വന്ന് ചാച്ചനെ പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാച്ചൻ ഡോക്ടർ പറഞ്ഞു, ചാച്ചന് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റത്തില്ല, ഈ ആ ഒരു ഇത് മണപ്പിക്കാനേ പറ്റത്തുള്ളൂ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇദ്ദേഹത്തിന് നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ബോധം വന്നപ്പോ തന്നെ ഈ വേദന വളരെ കഠിനമായ വേദനയാണ്, അതൊരു വേദന സഹിക്കാൻ പറ്റാതെ അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് വരികയും ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ
കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചാച്ചൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ ആ സമയത്തും ചാച്ചൻ പറയുന്നുണ്ടായിരുന്നു, അത് ജോണിച്ചാൻ ഞങ്ങളോട് പറഞ്ഞതാണ്, കർത്താവെ അങ്ങയുടെ കരത്തിലേക്ക് എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് നല്ലൊരു മരണം എന്റെ ചാച്ചന് കൊടുത്തു. അതിനുശേഷം മരണശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് ഫോൺ വന്നു, ഇങ്ങനെ അല്പം സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വന്നു. അപ്പത്തേക്കും ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഈ ന്യൂസ് അറിഞ്ഞു. ഏകദേശം ഒരു 12 മണിയോടെയാണ്, രാത്രി 12 മണിക്കാണ് ചാച്ചന്റെ ബോഡി ഞങ്ങളുടെ വീട്ടിലെത്തുന്നത്. ആ സമയത്ത് ഞങ്ങൾ ജോണിച്ചാന്ന് പറഞ്ഞ അച്ഛന്റെ വീട്ടിലാണ്. അങ്ങനെ എന്റെ ചാച്ചന്റെ മൂത്ത സഹോദരനും കുടുംബക്കാരെല്ലാവരും ഒരു ജീപ്പുമായിട്ട് വന്ന് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുമ്പോഴെല്ലാം ഞങ്ങളോട് ആരും പറഞ്ഞില്ല നിങ്ങളുടെ ചാച്ചൻ മരിച്ചെന്ന് പറഞ്ഞു. നിങ്ങളുടെ ചാച്ചന് ഇച്ചിരി കൂടുതൽ സീരിയസ് ആണെന്ന് ഞങ്ങളോട് പറഞ്ഞുള്ളൂ. അപ്പം അവർ ഞങ്ങളെ വണ്ടിയിലിരുന്ന് വഴക്ക് പറയാൻ തുടങ്ങി, എന്നെ എന്റെ ചേച്ചീനെ. നിങ്ങൾ എന്തിനാ കരയുന്നത്, നിങ്ങളല്ല നിങ്ങളുടെ അപ്പനെ കൊണ്ടേ കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വളരെ മോശമായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം പറഞ്ഞു വാതിൽ തുറന്നു തരണം. ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. അവര് പിന്നെ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തിരി കത്തിച്ചു, നിലവിളക്കെല്ലാം കത്തിച്ചു വെച്ചു, പൂജാരിയെ വിളിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 12 മണി ആയപ്പോഴത്തേക്കും ചാച്ചന്റെ ബോഡി വന്നു. ബോഡി വന്നതിന് ശേഷം ആ സമയത്ത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ വീടിന് ചുറ്റും ഞങ്ങളുടെ അയൽക്കാരും എല്ലാവരും ചുറ്റും കൂടി നിൽക്കുക. കാരണം അവരെല്ലാം ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കും. കാരണം ഒന്നെങ്കിൽ ഇവിടെ വഴക്കുണ്ടാക്കും, അങ്ങനെ എന്തോ ഒന്ന് അവർ എക്സ്പെക്ട് ചെയ്താണ് അവരെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ ചാച്ചന്റെ മൂത്ത സഹോദരൻ വന്ന് എന്റെ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥന ഇവിടെ നടക്കാൻ പാടില്ല, നിങ്ങൾ ഒരു ദേവദാസന്മാരും ഇവിടെ നിൽക്കാൻ പാടില്ല, എല്ലാവരും ഈ വീട് വിട്ട് ഇവിടുന്ന് പോകണം. ഇദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു, പക്ഷെ നിങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടേ ബന്ധക്കോസ്തിൽ കൊണ്ടേ ഇദ്ദേഹത്തെ നശിപ്പിച്ചു, അതുകൊണ്ട് ഒരു പ്രാർത്ഥന ഒന്നും ഇവിടെ നടക്കത്തില്ല എന്നും. ഇത് കേട്ട്, കാരണം അവരെല്ലാം നന്നായി മദ്യപിച്ചിരുന്നു. 6 സഹോദരന്മാര് നന്നായി മദ്യപിച്ചാണ് അന്ന് രാത്രി അവിടെ വന്ന്. അത് കണ്ടിത് എല്ലാവരും പേടിച്ചു പോയി. സത്യത്തിൽ അവരെല്ലാം ഞങ്ങളുടെ വീട് വിട്ടു പോയി, എല്ലാവരും മാറിപ്പോയി. ആ സമയത്ത് ഞങ്ങളുടെ ജോണിച്ചായൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ഞങ്ങളുടെ കൂടെ നിന്ന് സഹോദരനായിരുന്നു. എന്റെ ചാച്ചന് വേറൊരു ചേട്ടൻ, പരമേശ്വരൻ എന്നാണ് പേര്, അദ്ദേഹം പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ വളരെ ക്രൂരമായി അദ്ദേഹത്തെ അടിച്ച് പരിക്കേൽപ്പിച്ചു. അപ്പം ആ സമയത്ത് രാത്രിയിൽ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടുന്നു, അടിയുടെ ബഹളം കേൾക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ ചാച്ചന്റെ ബോഡി മാത്രമുണ്ട്, ആ ബോഡിയുടെ അടുത്തിരിക്കാൻ ആരുമില്ല. അപ്പം പെട്ടെന്ന് ജോണിച്ചാൻ എല്ലാവരും എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടില് ആരും, ഞങ്ങളുടെ വിശ്വാസികളോ ഞങ്ങളുടെ പാസ്റ്റർക്കോ നിൽക്കാൻ അവർ അനുവാദം കൊടുത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാനോ ആർക്കും അനുവാദം കൊടുത്തില്ല. എല്ലാവരും ആ ബോഡിക്ക് ചുറ്റും വന്ന് രാത്രി കാവലിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ വന്നപ്പം അന്ന് എന്റെ മമ്മി ദേവദാസനോടും അവിടെ നിന്ന് ചാച്ചന്റെ സഹോദരന്മാരോടും ഇപ്രകാരം പറയാനിടയായിരുന്നു, ശരിയാണ്, ഞങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നത്, പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കർത്താവിനെ അറിയുകയും ഞങ്ങൾ ഇപ്പോൾ ഈ ക്രിസ്തു മാർഗത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇദ്ദേഹത്തിന്റെ ശരീരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ശരീരം എടുക്കാം. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ചാച്ചനെ ഞങ്ങൾ ഇനിയും കാണുമെന്നൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ബോഡിക്ക് വേണ്ടിയിട്ടാണ്, ചാച്ചന്റെ ബോഡിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വഴക്ക് കൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബോഡി ഇത് എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ചാച്ചൻ ഞങ്ങളോട് പണ്ട് പ്രകാരം പറയുമായിരുന്നു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ബോഡിക്ക് വേണ്ടി അവർ വന്ന് വഴക്ക് കൂടും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബോഡി അങ്ങ് വിട്ടുകൊടുത്തേരെ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ മതി എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസം ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ ചാച്ചനെ ഞങ്ങൾ വീണ്ടും കാണും, ആ ഒരു പ്രത്യാശ. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബോഡി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവര് ആ ബോഡി എടുത്ത് അവരുടെ ഹിന്ദു രീതിയിൽ അവരെ ചാച്ചനെ കൊണ്ട് അടയ്ക്കുകയും പിന്നെ അവിടെ ഇരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്റെ മമ്മിയോട് പറഞ്ഞു, ഈ ചാരം എടുക്കണം, അടുത്തുള്ള പുഴയിൽ കൊണ്ട് ഒഴുക്കണം, ബാക്കി ഹിന്ദു കർമ്മങ്ങളെല്ലാം നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അപ്പൊ പറഞ്ഞു, അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ അത് അമ്മയും മക്കളും അത് അനുഭവിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മക്കൾക്ക് വിദ്യാഭ്യാസം ഒന്നും ആയിട്ടില്ലല്ലോ, ഡിഗ്രി വരെ ചെയ്തിട്ടുള്ളൂ, ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, തുടർന്നും പഠിക്കണ്ടേ, അതുകൊണ്ട് ഒരു പണി ചെയ്യേ. മമ്മിയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, മക്കളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം. അപ്പൊ മമ്മി പറഞ്ഞു, ചേട്ടാ സാരില്ല, എന്തായാലും ഇത്രത്തോളം ദൈവം ഞങ്ങൾ കൊണ്ടുവന്നു, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ദൈവം ഞങ്ങളെ നടത്തും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അവര് ഞങ്ങളുമായിട്ടുള്ള കംപ്ലീറ്റ് ഞങ്ങളുടെ കോണ്ടാക്ട് നിർത്തി. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ഉള്ളിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടെങ്കിലും കർത്താവ് നടത്തും എന്നുള്ളൊരു വിശ്വാസത്തില്
എന്തോ ഒരു ധൈര്യം ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു നിന്ന്. ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിന്ന്. കാരണം ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന ദൈവം ഞങ്ങളോട് അത്രയും വലിയൊരു ക്രൂരത ചെയ്യത്തില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നും. ആ സമയത്ത് അവരെല്ലാം രാത്രി വന്ന് വഴക്കൂടിയ സമയത്തൊക്കെ അത് എങ്ങനെയാ അതിനെ ഓവർകം ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് ദൈവത്തിന്റെ ഒരു കൃപ മാത്രമാണ്. ദൈവമാണ് ആ സമയത്ത് ഞങ്ങളെ നിർത്തിയത്. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. അതിനുശേഷം ദൈവം ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കാനിടയാ, ICPF-ന്റെ. അതിനകത്തൊരു പാട്ട് പാടിയിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷ ഗാനം അവിടെ പാടുവാനിടയായിത്തീർന്നു. ആ പാട്ട് എന്നെ വളരെ ടച്ച് ചെയ്തു. അന്ന് അവര് ആ മീറ്റിംഗ് നടത്തിയ ദേവദാസൻ പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം, എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല. എനിക്ക് എന്റെ ചെയറിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. പക്ഷെ എനിക്കറിയത്തില്ല തുടർന്ന് ഞാൻ എന്ത് ചെയ്യണം. ബൈബിള് പഠിക്കണം, കർത്താവിന്റെ വേലയിൽ എങ്ങനെ പോകും, എവിടെ ചെയ്യും, അങ്ങനെയുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളെ ആ രീതിയിൽ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനും ആരുമില്ല. പക്ഷെ ഞാൻ അങ്ങ് സമർപ്പിച്ച് എന്റെ പേര് ഞാൻ എഴുതി കൊടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കോട്ടയത്ത് IPC തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കാനുള്ള അവസരം എന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കണ്ടു. അങ്ങനെ ഞാൻ അവിടേക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ ഞാൻ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇന്റർവ്യൂവിൽ പാസ്. അപ്പൊ ആ സമയത്ത് എന്റെ മാസത്തിലെ ഫീസ് എന്ന് പറയുന്നത് 360 രൂപയാണ്. ഞാൻ BTH കോഴ്സിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാനും എന്റെ ആങ്ങളെയും കൂടെ പോയി. മാസം 360 രൂപ ഫീസാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാ അതിനെ സമ്മതിച്ചിട്ട് പോകുന്നത്? അതിനെ സമ്മതിക്കണ്ട. മാസം 360 രൂപ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? നമുക്ക് അത്രയും പൈസ ഇല്ലല്ലോ. നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ മേടിച്ചു വെച്ചേക്കുമല്ലോ, നീ അതൊക്കെ എടുത്തിട്ട് പോരെ, അത് അവരുടെ തന്ത്രമാണ് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, സാറില്ല, നമുക്ക് നോക്കാം, ദൈവം എന്തെങ്കിലും വഴി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ വഴിയിലെല്ലാം ഞാനും എന്റെ ആങ്ങളെയും കൂടെ വഴക്ക് കൂടിക്കൊണ്ട് വരിക, നിന്റെ സർട്ടിഫിക്കറ്റ് നീ അവിടെ കൊടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ പാസ്സായി. ഞാൻ അങ്ങനെ അവിടെ സെമിനാരിൽ ഞാൻ പഠിക്കാൻ കടന്നുപോയി. വളരെ അത്ഭുതമായിട്ട് ഞാൻ എന്റെ BTH ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ വിദ്യാഭ്യാസത്തില് ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എന്റെ ടീച്ചേഴ്സിനൊക്കെ എന്നോട് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ മറിയാമ്മ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ മറിയാമ്മ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം എന്റെ തുടർന്നുള്ള എന്റെ MDU പഠനത്തിനും കൂടെ ആയിട്ട് എന്നെ അവിടെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഞാൻ 2011 ഞാൻ എന്റെ BTH-ഉം MDU-വും അവിടെ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എന്റെ ഫീസ്, എന്റെ കാര്യങ്ങളെല്ലാം എന്റെ ടീച്ചേഴ്സ് ആണ് എനിക്ക് വേണ്ടി അവിടെ ചെയ്തു തന്നത്. കർത്താവ് ഒരിക്കൽ വലിയ നന്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമയത്ത് എന്റെ ചേച്ചി ഞങ്ങൾ BOH എന്ന് പറഞ്ഞ ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു ചിൽഡ്രൻസ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെമിനാരി പഠിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ പ്രോജക്റ്റിൽ 1 ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ കുട്ടികളെ പോയി കളക്ട് ചെയ്യുകയും അതൊരു പ്രോജക്റ്റ് അവിടെ തുടങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ സെമിനാരി പഠിക്കാൻ വന്നതിന് ശേഷം എന്റെ ആങ്ങളെയാണ് അത് റൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഞങ്ങൾക്കൊരു വരുമാനമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്കും എന്റെ ചേച്ചിയും എന്റെ ആങ്ങളെയും അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്റെ ആങ്ങള BOH വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ചേച്ചി B.Ed പഠിക്കാൻ കടന്നുപോയി. അപ്പോൾ എന്റെ ആങ്ങള വർക്ക് ചെയ്യും, ചേച്ചിനെ B.Ed പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ഞങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ മമ്മിക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു. ആ സമയത്ത് ഈ തക്കാളിപ്പനി, ടൊമാറ്റോ ഫീവർ എന്ന് പറഞ്ഞൊരു ഫീവർ വളരെ സ്പ്രെഡ് ആയിരുന്നു വയനാട്ടിൽ. അപ്പം മമ്മിക്ക് അത് ആ ഒരു ഫീവർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷേ മമ്മിക്ക് ഒരു നല്ലൊരു കുറവ് ഞങ്ങൾ അതിനകത്ത് കണ്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് നിങ്ങൾ വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചേച്ചി B.Ed കംപ്ലീറ്റ് ചെയ്ത് കർണാടകയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ആങ്ങളെ BOH ചിൽഡ്രൻസ് പ്രോജക്റ്റിൽ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സെമിനാരിൽ നിന്ന് തിരിച്ചു വന്നു. മമ്മീനെ എന്നാ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കി തിരിച്ചു വന്നു. ആ സമയത്ത് ഞങ്ങൾ കേട്ട ഓരോ വാക്കുകളൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ പപ്പ മരിച്ചു, ഇനി ഇവരുടെ അമ്മയ്ക്കും ദേണ്ട സുഖമില്ലാതിരിക്കുന്നു, ഇനി ഇങ്ങനെ പോയാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇനി ആരാ നോക്കുന്നത്, ഇവർക്ക് ഇനി ആരാ ഉള്ളേ. അപ്പം അവർ പറഞ്ഞ ഒരു വാചകം ഇതാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി റോഡാണ് ആധാരം, വേറെ ഒന്നും ഇവർക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ വളരെ ഞങ്ങൾ മനസ്സുമായി കുറച്ച് തളർത്തി. പക്ഷെ ഞങ്ങൾക്ക് കർത്താവിനോടുള്ള ഞങ്ങളുടെ സ്നേഹവും ഒക്കെ ആ സമയത്ത് വലുതായിരുന്നു. അങ്ങനെ മമ്മീനെ ഞങ്ങള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയ ശേഷം മമ്മിക്ക് എന്ത് ചെയ്ത പനി കുറയുന്നില്ല, ഡോക്ടർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്താ അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവര് പറഞ്ഞു, പേഷ്യന്റിന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ICU-ൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ മമ്മീനെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ അവിടെ. ഞങ്ങളുടെ വീട്ടുകാരും ആ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. കാരണം വയനാടും കോഴിക്കോട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ആർക്കും പെട്ടെന്ന് വരാനൊന്നും പറ്റത്തില്ല. അപ്പം ഡോക്ടേഴ്സും കൂടെയുള്ളവരൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ മാത്രമേ ഉള്ളോ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലേ, നിങ്ങളുടെ വീട്ടുകാരും ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോ ആ സമയത്ത് എന്നിട്ട് അസുഖമാണെങ്കിൽ കുറയുന്നുമില്ല. ഇവർ ഓരോ ദിവസവും ഡോക്ടേഴ്സ് ഓരോരോ ടെസ്റ്റിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവർ മമ്മിയുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ ഇവർ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പപ്പ ഇങ്ങനെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാൽ പിന്നെ മമ്മിക്കും അങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം എന്നെ ഐസിയുയിൽ വിളിച്ചപ്പം ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ ആ അമ്മയുടെ മോളാണ്, എങ്ങനെയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ മോളാണോ? അപ്പൊ പറഞ്ഞു, എന്നാ അമ്മയ്ക്ക് ഇപ്പോൾ വളരെ കൂടുതലാണ്, നിങ്ങൾ അറിയിക്കേണ്ടവരോടൊക്കെ അറിയിച്ചോളൂ, മെഡിസിനുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എത്രയും വേഗത്തിൽ എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്ത് വന്നപ്പോ ഞാൻ ഓർത്തു, അയ്യോ ഞാനൊരു മോളാന്ന് പറഞ്ഞിട്ടും ചെറിയ കുട്ടിയാണ്, പക്ഷെ എന്നിട്ട് എന്നോട് ഇത്രയും ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ അത്രയും കാര്യം സീരിയസ് ആണല്ലോ. അപ്പൊ ഞാൻ തിരിച്ച് പുറത്തിറങ്ങി വന്ന് ഞാൻ ചെയ്ത കാര്യം, ഞാൻ മനസ്സിലിങ്ങനെ ഓർത്ത്, കർത്താവെ എന്ത് സംഭവിച്ചാലും കർത്താവ് ഞാൻ വിടത്തില്ല. കാരണം ആ യഹൂദ ബാലന്മാരുടെ ആ അനുഭവം എന്റെ മനസ്സിലേക്ക്, ആ സ്റ്റോറി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കർത്താവ് ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ സേവിക്കില്ല എന്നുള്ള ആ വചനം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞാൻ ഓർത്ത്, ഇനി എന്റെ മമ്മിയും പൊക്കോട്ടെ, പക്ഷെ എന്നാലും ഞാൻ കർത്താവിനെ വിടത്തില്ല എന്നൊരു തീരുമാനം ഞാൻ ആ സമയത്ത് എടുക്കാനിടയായി. അതിനുശേഷം ഞാൻ ചെയ്ത് വേഗം പുറത്ത് വന്ന് എന്റെ ആങ്ങളോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എപ്പോ വേണേ എന്ത് സംഭവിക്കാം, നമുക്കൊരു പണി ചെയ്യാം. മെഡിക്കൽ കോളേജാണ്, അപ്പം ഡ്രസ്സുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ബോട്ടിലുകളുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതെല്ലാം കളക്ട് ചെയ്ത് വെക്കാം. കാരണം ആ ഐസിയുല് 12 ബെഡാണ് ഉള്ളത്, 12 പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ പേഷ്യന്റിന്റെ ഡെഡ് ബോഡിയാണ് ആ ഐസിയുന്ന് ഇറക്കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അടുത്ത ഡെഡ് ബോഡി ആരുടെയാണ് വരുന്നത്. അപ്പം ഡെഡ് ബോഡിയുടെ കാര്യം പറയുമ്പോൾ നമ്മള് ആ ബൈസ്റ്റാൻഡേഴ്സ് ആ സ്ട്രക്ചറുമായിട്ട് അവിടെ ചെന്ന് ആ ഡെഡ് ബോഡി എടുത്ത് പുറത്തു കൊണ്ടുവരണം. അപ്പൊ ഓരോ ദിവസം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ഡെഡ് ബോഡി പുറത്തുതന്നെ. അപ്പൊ ഞാനും എന്റെ ആങ്ങളെ മീൻ എക്സ്പെക്ട് ചെയ്യാണ്, ഓക്കെ അടുത്തത് ഇനി ഓമന എന്ന് പറഞ്ഞ വ്യക്തിനാണ് വിളിക്കാൻ പോകുന്നത്, ഓമന തന്നെയാണ് വിളിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറുടെ ഈ സംസാരത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ പാക്ക് ചെയ്തു. കാരണം എപ്പോ ഡോക്ടർ പറയുന്നോ സ്ട്രക്ചറുമായിട്ട് വരാൻ പറയുന്നോ അപ്പൊ എനിക്ക് സ്ട്രക്ചർ എടുക്കുക, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ എളുപ്പമായിരുന്നു. ഇതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ദൈവം കൈവിടത്തില്ലെന്നുള്ള ഒരു വലിയൊരു വിശ്വാസം ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന അനേക ദേവദാസന്മാർ ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ 9 ദിവസം കടന്നുപോയി. മമ്മിയുടെ നിലയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ലാസ്റ്റ് ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ആ ടെസ്റ്റ് അത് അത് ആ സിറിഞ്ചിൽ അവർ ആ നട്ടലിൽ കുത്തി എടുത്തിട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അത് എന്റെ കയ്യിലാണ് ആ സാമ്പിൾ തന്നു വിട്ടത്. ഏതോ ഒരു ലാബിൽ അവിടെ വലിയ മെഡിക്കൽ കോളേജ് അല്ല, അവിടെ കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനത് വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഞങ്ങൾക്ക് കൊടുത്തത്. അതിനുശേഷം ഒരു 9ാമത്തെ ദിവസം ഞങ്ങളുടെ ഒരു ദേവദാസൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇനി ഐസിയു കയറുമ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ കയറണം. അപ്പം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇനി മമ്മീനെ ഈ ബെഡ് ബാത്തിങ്ങിനൊക്കെ ആയിട്ട് ഐസിയുയിൽ കയറുമ്പോൾ നിങ്ങൾ അവിടെ ഐസിയുവിന് അവിടെ നിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇത്രയും കൂടുതലായത്തേക്കും എന്റെ ചേച്ചിയും കർണാടകയിൽ നിന്ന് വന്നു. ഞങ്ങൾ ഐസിയുയിൽ കയറി കർട്ടൻ എല്ലാം ഇട്ടിട്ട് ഞാനും എന്റെ ചേച്ചി അവിടെ നിന്ന് അന്യഭാഷ നിന്ന് അങ്ങ് ആരാധിക്കും, പ്രാർത്ഥിക്കും, മമ്മിന്റെ ദേഹത്ത് കൈ തൊട്ട് വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഇടയ്ക്ക് സമയം അധികം എടുക്കുമ്പോൾ നേഴ്സ് ഞങ്ങളോട് വന്നിട്ട് പറയും, അധികം സമയം എടുക്കുന്നുണ്ടല്ലോ, നീ എന്താണ് ഇത്ര സമയം എടുക്കുന്നത്, ഞങ്ങൾ വഴക്ക് വരും. എന്നിട്ട് ഞങ്ങൾ മമ്മിക്ക് അന്ന് മമ്മി ഞങ്ങളോട് സംസാരിക്കത്തില്ല, മമ്മി കണ്ണ് തുറക്കത്തില്ല, ഓക്സിജൻ കൊടുത്തിട്ടേക്കുവാണ്. അപ്പൊ മമ്മിയോട് ഞങ്ങൾ പറഞ്ഞിട്ടു, മമ്മി ഇടയ്ക്ക് വാഷ്റൂമിൽ പോകണം എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കണം, അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പറയും. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ എപ്പോഴും കയറി ചെല്ലാൻ തുടങ്ങി. ഐസിയുവിന് ഞങ്ങളെ ഡോക്ടേഴ്സ് വഴക്ക് പറയാൻ തുടങ്ങി. പക്ഷെ ഒരു ദിവസം 9ാമത്തെ ദിവസം ഞങ്ങളുടെ ദേവദാസൻ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഐസിയു കയറുമ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഐസിയു കയറണം, ഞാൻ ഫോണിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞങ്ങൾ അങ്ങനെ ഐസിയു കയറേണ്ട സമയമായപ്പോൾ ഞങ്ങൾ ആ ദേവദാസനെ വിളിച്ചു. ആ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, യഹോവയുടെ ദൂതൻ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്നുള്ള 34ാം സങ്കീർത്തനം ഇതിന്റെ വാക്യം വായിച്ചങ്ങ് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ പൊക്കോ മക്കളെ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിങ്ങളുടെ മാതാവിനെ വിടുവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വചനം അതുപോലെ ഏറ്റെടുത്ത് ഞങ്ങൾ ഐസിയു കയറി ചെന്നപ്പോൾ വളരെ അത്ഭുതകരമായി ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. സ്തോത്രം. ഞങ്ങൾ നോക്കുമ്പോൾ അത്രയും ദിവസം ഓക്സിജൻ മാസ്ക് വെച്ചിരുന്ന മമ്മി അന്ന് ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ഞങ്ങൾ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇനി ഇവിടെ കിടക്കണ്ട, എന്നെ എത്രയും വിധത്തിൽ എന്നെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം.
അയ്യോ മമ്മി സംസാരിക്കാൻ തുടങ്ങി, മമ്മി ഞങ്ങളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അന്ന് രാത്രി സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, അന്ന് ഒരു പേഷ്യന്റ് അവിടെ വന്നു, ഐസിയുലേക്ക് വന്നു. ഐസിയു പേഷ്യന്റ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതില് ആ 12 രോഗികൾ ഉണ്ടായിരുന്നതിൽ അല്പം ബെറ്റർ ആയി കണ്ടത് അന്ന് എന്റെ മമ്മീനെ ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓമനേനെ ഐസിയു നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വാർഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്നേരം രാത്രി 12-12:30 എല്ലാവരും ഉറങ്ങി, ആരും വെളിയിലില്ല. അവര് ഐസിയുന്ന് അന്നേരം എന്റെ ഓമന പേഷ്യന്റ് കൂടെ ഉള്ളവർ ആരോന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞെട്ടലോടെ ഞങ്ങൾ ഇത് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി പറഞ്ഞു സ്ട്രക്ചർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ സ്ട്രക്ചർ കൊണ്ടുവരേണ്ടത് ഡെഡ് ബോഡിക്കായിട്ടാണ്, എന്തിനാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ പറഞ്ഞു ഓമനയുടെ വാർഡിലേക്ക് മാറ്റണം എന്നുണ്ട്, സ്ട്രക്ചർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോ നോക്കുമ്പോണ്ടേ എല്ലാവരും ലൈറ്റ് കറണ്ട് വെട്ടമേ ഉള്ളൂ, ആരും ആ പാസേജിലില്ല, കോറിഡോറിൽ ആരും ഇല്ല. പെട്ടെന്ന് മോളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു ചേട്ടൻ അവിടെ ഇറങ്ങി വന്നു. എന്നോട് ചോദിച്ചു മോളെ നീയാണ് ഈ സമയമായിട്ട് ഉറങ്ങാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ മമ്മീനെ ഐസിയുന്ന് വാർഡിലേക്ക് ഡിസ്ചാർജ് ആക്കി, പക്ഷെ എനിക്ക് സ്ട്രക്ചർ എടുക്കാൻ പോകണം, 63ാമത്തെ വാർഡാണ്, അങ്ങ് മോളിലേക്ക് പോകണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ മോളെ വിഷമിക്കണ്ട, ഞാൻ കൂടെ വരാന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും അറിയത്തില്ല ആ ചേട്ടനെ എവിടെ നിന്ന് വന്നതാണ്, ചേട്ടന്റെ മുഖം ഇപ്പോഴും അന്നേരം ഞാൻ കണ്ടു. പിന്നെ ആ ചേട്ടനെ ആ ദിവസങ്ങൾ അവിടെ കണ്ടിട്ടുമില്ല. അദ്ദേഹം എന്റെ കൂടെ വന്ന് ഞങ്ങൾ രണ്ടും പോയി സ്ട്രക്ചർ എടുത്തുകൊണ്ട് വന്ന് മമ്മീനെ അന്ന് രാത്രി തന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സ്തോത്രം. ഞങ്ങള് മമ്മീനെ കാണുമ്പോൾ മമ്മീന്റെ തലയിൽ മുടിയില്ല, ഒട്ടും മുടിയില്ല. മമ്മി ഫുള്ള് ശരീരം ബെൻഡായിപ്പോയി, കുനിഞ്ഞു പോയി, നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോ ഡോക്ടർ മമ്മീനെ നോക്കി പറഞ്ഞു താൻ ഇവിടെ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഓർത്തില്ലടോ എന്ന് പറഞ്ഞു. എന്നിട്ട് മമ്മിയുടെ ഫയല് അവിടെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം അവിടെ എന്ത് രോഗമാണ് അവർക്ക് അവിടെ എഴുതേണ്ടതെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു 2-3 ദിവസം കൂടെ ആ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്ത് മമ്മി തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനും എൻ്റെ MDU പഠനത്തിനായിട്ട് സെമിനാരിൽ കടന്നുപോയി. ആ സമയത്ത് ഒരു 2 വർഷം ഞങ്ങൾ പിന്നെയും വയനാട്ടിൽ അവിടെ താമസിച്ചു. പിന്നെ ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങളാണ്. ഞാൻ സെമിനാരിൽ പഠിക്കുന്നു, എൻ്റെ ചേച്ചി കർണാടകയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ മമ്മിക്ക് വേണ്ട രീതിയിലുള്ള ഞങ്ങളുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഓർത്തു തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. അപ്പൊ ഞങ്ങളുടെ ഒരു സഹോദരൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു മക്കളെ ഞാൻ ഇവിടെ ഒരു വീട് എടുത്ത് തരാം, നിങ്ങൾ ഇങ്ങ് കയറി പോരാന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല, ഞങ്ങൾക്ക് എറണാകുളം, ഞങ്ങൾ ഈ വയനാട് ഗ്രാമത്തിൽ കിടക്കുന്നവര്, എറണാകുളം എന്ന് പറഞ്ഞാൽ പട്ടണം, അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം വയനാട്ട് ഒരു ഗ്രാമാന്തരീക്ഷം, എറണാകുളം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സിറ്റി, അവിടെ പോയി എങ്ങനെ താമസിക്കണം, എങ്ങനെ ഇടപെടണം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ വാക്കിന് ഞങ്ങൾ ഇതാ വരുന്നെന്നും പറഞ്ഞ് ഞങ്ങള് എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഞങ്ങൾ ഇത്രയും ദൂരം, വയനാട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഞങ്ങൾ എറണാകുളത്ത് ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ചേച്ചിയുടെ ജോലിയില്ല, കർണാടകയിൽ നിന്നുള്ള ജോലി വിട്ടു, ചേട്ടന് ജോലിയില്ല, ഞാൻ സെമിനാരിൽ പഠിക്കുന്നു, വരുമാനം ഞങ്ങൾക്കില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, വാണ്ടഡ് ടീച്ചേഴ്സ് ഇൻ മാൽദീവ്സ് എന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അപ്പൊ എന്റെ ചേച്ചി ആ സമയത്ത് MA B.Ed കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ അഡ്വർടൈസ്മെന്റ് കണ്ട് അതിന് വേണ്ടി അപ്ലൈ ചെയ്തു. അവർ ഇന്റർവ്യൂവിന് ചേച്ചിനെ സെലക്ട് ചെയ്തു. അങ്ങനെ ചേച്ചിക്ക് മാൽദീവ്സിൽ ചേച്ചിക്ക് ജോലി കിട്ടി. ചേച്ചി മാൽദീവ്സിൽ ജോലിക്കായി കടന്നുപോയി. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ MDU പഠനം കംപ്ലീറ്റ് ചെയ്തു. ചേട്ടൻ ബിയോച്ച് എന്ന് പറഞ്ഞ ആ ചിൽഡ്രൻസ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചി മാൽദീവ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 4 വർഷത്തോളം മാൽദീവ്സിൽ ജോലി ചെയ്യാനിടയായി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഒരു ദൈവത്തിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു. പല ദേവദാസന്മാർ ഈ ആലോചന പറഞ്ഞെങ്കിലും ഞങ്ങളത് റിജക്ട് ചെയ്തായിരുന്നു. കാരണം അവർ പറഞ്ഞു സ്ഥാനമാനങ്ങൾ അനുസരിച്ചല്ല നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം നടക്കുന്നത്, അനിയത്തിയുടെ വിവാഹം ആദ്യം നടക്കും, അതിനുശേഷമാണ് ചേട്ടത്തിന്റെ വിവാഹം നടക്കുന്നതെന്നാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ആ സമയത്ത് കല്യാണാലോചന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചിക്ക് മാൽദീവ്സിൽ ജോലി കിട്ടിയതോടെ ഞങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ഫുള്ള് മാറാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു, വാടകയ്ക്കാണെങ്കിലും നല്ലൊരു വീട് വാടകയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി. മൊത്തത്തിൽ ഞങ്ങളുടെ അന്തരീക്ഷം പെട്ടെന്ന് അങ്ങ് ടേണായി. അത് നല്ലൊരു സാലറിയിലാണ്, അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലാണ് എന്റെ ചേച്ചിക്ക് അവിടെ ജോലി കിട്ടിയത്. ആ സമയത്താണ് ഞങ്ങളോട് ഇങ്ങനെ ഒരു ആലോചന കിടക്കുന്നത്, അനിയത്തിയുടെ വിവാഹമായിരിക്കും ആദ്യം നടക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് വേണ്ടി കല്യാണാലോചനകൾ വന്നു, ആലോചിച്ചു, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഇരിക്കെ 2013 ചേച്ചി ഡിസംബറിലാണ് വെക്കേഷന് വരുന്നത്. ഡിസംബറിൽ വന്ന് ജനുവരി തിരിച്ചു പോകും. അപ്പൊ ഡിസംബറിലെ വെക്കേഷന് വന്നപ്പം ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ശക്തമായ ഒരു ആലോചന ഉണ്ടായി ഞങ്ങളുടെ കുടുംബത്തെ. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനിയത്തിയുടെ വിവാഹാലോചന ആദ്യം നടക്കുമെന്ന്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ പഞ്ചാബിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താനദാസൻ പാസ്റ്റർ ജയമോന്റെ കുടുംബക്കാര് അവരിങ്ങനെ ഒരു വിവാഹ ആലോചനയുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അവരുടെ ദേവദാസൻ പാസ്റ്റർ KP വർഗീസ് ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നെ കാണുകയും സംസാരിക്കും. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മമ്മി പപ്പായും വീട്ടിൽ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിക്കാനിടയായി തീർന്നു. ചുരുങ്ങിയത് ഒരു 10 ദിവസങ്ങളുടെ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ജനുവരി 6-ാം തീയതി എന്റെ വിവാഹം പാസ്റ്റർ ജയമോനുമായിട്ടുള്ള വിവാഹം നടന്നു. അതിനുശേഷം എന്റെ ചേച്ചി എന്റെ കല്യാണം നടത്തി തന്നതിന് ശേഷം അവൾ തിരിച്ചു വീണ്ടും ജോലിക്കായിട്ട് മാൽദീവ്സിലേക്ക് പോയി. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സുധേ എനിക്കിപ്പോ ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്റെ വിവാഹം നടത്തി തരാം, അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചോളാം, അപ്പം നീ അതിന് സമ്മതിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കാൻ ഓർത്തു. ഞാൻ അങ്ങനെ, എനിക്ക് ആദ്യമായിട്ട് വന്നൊരു കല്യാണാലോചന, അങ്ങനെ ഞാൻ ആ പ്രൊപ്പോസലിന് സമ്മതിക്കുകയും ജനുവരി 6-ാം തീയതി എന്റെ വിവാഹം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ആലോചന വീണ്ടും ഞങ്ങളുടെ കുടുംബത്തോടുണ്ടായി. ബിജു എന്ന പേരുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം തരും, അതൊരു 6-ാം മാസത്തിൽ അതൊരു വിടുതലായിരിക്കും എന്നൊരു ആലോചന ഉണ്ടായി. അതിനുശേഷം കറക്റ്റ് 6-ാം മാസമായപ്പോൾ എന്റെ ചേച്ചിക്ക് ഒരു ആലോചന വന്നു. അദ്ദേഹത്തിന്റെ പേര് ബിജു എന്നായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഇയർ ജനുവരിയിൽ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ ജനുവരി 14-ാം തീയതി അവളുടെ വിവാഹം ഭംഗിയായിട്ട് ബിജു എന്ന ഒരു വ്യക്തിയുമായിട്ട് വിവാഹം നടക്കുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം 2 വർഷത്തിന് ശേഷം എന്റെ ആങ്ങളയ്ക്കും കർത്താവ് നല്ലൊരു കുടുംബജീവിതം കൊടുത്തു. അതും ഒരു ജനുവരി കല്യാണമായിരുന്നു. അങ്ങനെ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ, ജനുവരി തന്നെ ഞങ്ങളുടെ 3 പേരുടെയും കല്യാണം വിവാഹം വളരെ അത്ഭുതകരമായി ദൈവം നടത്തി. അതില് എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, എന്റെ കല്യാണത്തിന് ഞങ്ങൾ വയനാട്ടിലുള്ള എന്റെ കുടുംബക്കാരെ വിളിക്കുകയും ആ സമയം അവരെല്ലാവരും എന്റെ കല്യാണത്തിന് വരുവാനിടയായിരുന്നു. അപ്പൊ ഈ സമയങ്ങളിൽ, ഈ ഗ്യാപ്പിൽ ഉണ്ടായ സംഭവം എന്തെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അങ്ങോട്ടും പരസ്പരം അവരെല്ലാം വഴക്കായി. ഒരാൾ ഒരു വീട്ടിൽ കയറത്തില്ല, അങ്ങനെ അവര് തമ്മിൽ കലഹമായി. പക്ഷെ ഇപ്പോ അവരെല്ലാവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് ചെന്ന് കയറാൻ പറ്റും, ഞങ്ങൾക്ക് ആരോടും ഒരു വഴക്കുമില്ല. ഞങ്ങൾ അവരെല്ലാവരുടെ വീട്ടിൽ പോകും, സംസാരിക്കും, ഇടപെടും. അന്ന് എന്റെ വിവാഹത്തിന് അവർ വന്ന് എന്റെ വിവാഹം കണ്ടു. അവർക്ക് ഭയങ്കര അത്ഭുതം. കാരണം അവർ ഓർത്തത് ഇവർ അധപതിച്ചു എന്നവർ ഓർത്തിരുന്ന സാഹചര്യത്തിലാണ് അവിടെ നിന്നാണ് കർത്താവ് ഞങ്ങളെ ഉയർത്തിയത്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും വിവാഹം ദൈവം നടത്തി, അത്ഭുതമായി ദൈവം നടത്തി. എന്റെ ആങ്ങളേനെ എന്റെ വീട്ടുകാര് വളരെ പരിഹസിച്ചുകൊണ്ട് എന്റെ പപ്പയുടെ പേരും പറഞ്ഞു, മദ്യപാനിയുടെ കുടിയന്റെ പുത്രനാണ് ഇവൻ, കള്ളനാന്നും വളരെ അങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്റെ വീട്ടുകാര്. പക്ഷെ ഇന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് പറയട്ടെ, ഞങ്ങളോട് അവര് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് റോഡാണ് ആധാരം എന്ന് പറഞ്ഞിരുന്നത്. അപ്പനും പോയി ഇനി അമ്മയും പോകും, ഈ മക്കൾക്ക് ഇനി ആരോ ഉള്ളതെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് എന്റെ ആങ്ങള നല്ലൊരു ജോലിയോടുകൂടെ UK കുടുംബമായിട്ട് UK അവർ സെറ്റിൽ ആയിരിക്കുന്നു. ആമേ. കർത്താവ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും പുറത്തു പോയി ജോലി ചെയ്യുന്നില്ല, പക്ഷെ ദൈവം എന്റെ കുടുംബത്തെ അവിടം വരെ എത്തിച്ചു. ആമേ. സ്തോത്രം. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ആമേ, ദൈവം ഈ സമയം വരെയും അത്ഭുതമായി പരിപാലിക്കുന്നു. അതിനുശേഷം 2014 എന്റെ വിവാഹം നടക്കുകയും പഞ്ചാബ് അമൃത്സർ എന്ന ദേശത്ത് ഞങ്ങൾ കടന്നു വരുന്നതിനിടയായി തീർന്നു. ഞാനിവിടെ പഞ്ചാബിൽ വരുമ്പം ഒരു കുഞ്ഞൊരു റൂമുണ്ട്. ആ റൂമിൽ ഞങ്ങള് ഇഷ്ടികയെല്ലാം ഞങ്ങൾ പറക്കി വെച്ച് ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കിച്ചൺ അതായിരുന്നു. ചെറിയൊരു റൂമിൽ നിന്നാണ് ഞങ്ങളുടെ സുശേഷ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇന്ന് ദൈവം സഹായിച്ച് അനേക ദൈവങ്ങളുടെ പ്രാർത്ഥനയുടെയും സഹായത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് ഇന്ന് ദൈവനാമ മഹത്വത്തിനായിട്ട് ഒരു ചർച്ച് തന്നു. ഞങ്ങൾക്ക് ഇന്ന് 18ഓളം കുടുംബക്കാര് ഇവിടെ ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇതൊരു ഗ്രാമമാണ്. അമൃത്സറില് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 6 കിലോമീറ്റർ ദൂരയളവിലാണ് ഞങ്ങളുടെ ചർച്ച ഉള്ളത്. മാലി മഹൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് പുതിയ കുടുംബങ്ങള് ഞങ്ങൾക്കിവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നു. ആമേൻ. വളരെ ശക്തമായ ദൈവിക ശുശ്രൂഷ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളിലൂടെ ചെയ്തെടുക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് എൻ്റെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് പ്രാർത്ഥനയ്ക്കായിട്ട് പറയാനുള്ള ഇതാണ്, എൻ്റെ കുടുംബക്കാര് ഇന്നും അവരാരും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നാൽ ഈ സത്യം അവരും അറിയണം. ഈ സത്യ ദൈവത്തെ അവര് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വയനാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ലോകം വിട്ടുമറയുന്നതിന് മുമ്പേ ഈ രക്ഷയെ അവരും അവകാശമാക്കുവാൻ, കർത്താവിനെ അറിയുവാൻ അവർക്കും ഒരു ഭാഗ്യം ദൈവം കൊടുക്കേണ്ടതിനായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്തിൽ നിന്ന് ശക്തമായ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. എൻ്റെ മകൻ ഇപ്പോൾ 5 വയസ്സാകുന്നു. അവനൊരു കൊറോണ ബേബിയാണ്. കൊറോണ സമയത്താണ് അവനുണ്ടായത്. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നിരുന്നു.
അവന് ഉണ്ടായിട്ട് 40 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവനും കൊറോണ വന്നു. അപ്പോ ആ സമയത്തെല്ലാം കൂടുതൽ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു ഞങ്ങൾക്കും ഈ കൊറോണ വന്നത്. എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ ജെയ്മോന് വളരെ സീരിയസ് ആയിപ്പോയി കൊറോണ. അപ്പൊ ആ സമയത്ത് നാട്ടിൽ നിന്ന് എല്ലാവരും ഫോൺ വിളിക്കുമ്പോ ഒക്കെ എന്നോട് പറയും വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് ആ സമയത്ത് അവർ പറയുന്നതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. കാരണം എന്റെ വീട്ടിലെ സാഹചര്യങ്ങളും എന്റെ കുഞ്ഞിനന്ന് 40 ദിവസമേ ആയിട്ടുള്ളൂ. കർത്താവെ എന്തായിത്തീരും വളരെ ഒരു ഭീതിയായിരുന്നു എനിക്ക്. പക്ഷെ ആ സമയത്ത് ദൈവം എനിക്കൊരു വചനം തന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികില്ല. ഈ വചനം തന്നു. അതിനോടൊപ്പം തന്നെ ദൈവം എനിക്ക് വേറൊരു വചനം തന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. സത്യമാണ്, നമ്മൾ ശുശ്രൂഷകരാണ്, ദൈവവചനം വായിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം എന്നോട് ആ സമയത്ത് പറഞ്ഞു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ചു. എന്റെ കുഞ്ഞിന് ഞാൻ ഒരു മരുന്നും കൊടുത്തില്ല. ഞാൻ അവന് ഫീഡ് ചെയ്തു. ഞാൻ മരുന്ന് കഴിച്ചു, ഞാൻ അവനെ ഫീഡ് ചെയ്തു. 40 ദിവസമുള്ള കുഞ്ഞാ. പക്ഷെ ദൈവം അവനെ സൗഖ്യമാക്കി. ദേവദാസന് ഏകദേശം 20-25 ദിവസത്തോളം എടുത്തു, ശ്വാസം മുട്ടലൊക്കെ കൂടുതൽ. എന്നാലും ഈ സമയം വരെയും ഒരു ജീവനുള്ള സാക്ഷിയായി നിന്ന് പഞ്ചാബിൽ അമൃത്സറില് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വേലയിൽ ഇനിയും ഞങ്ങള് വ്യാപൃതരാകുവാൻ ഏറെ ഉത്സാഹത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടും അരോമ ടിവിയോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അരോമ ടിവി ചാനലിലൂടെ കർത്താവ് ചെയ്ത നന്മകളെ, അത്ഭുതങ്ങളെ ദൈവസാക്ഷ്യമായിട്ട് പറയുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളുടെ ദാസനെ ആമേൻ കർത്താവ് ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനിലൂടെ അനേകരുടെ ജീവിത അനുഭവങ്ങളെ ആമേൻ അനേകർക്ക് അതൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീരുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ അരോമ ടിവി ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാ പ്രവർത്തകരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇനിയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ദൈവവചനങ്ങളെ പ്രസ്താവിക്കുവാൻ കർത്താവിന്റെ ദാസനെയും ദൈവമേ അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങളെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട, ഈ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിൽ കടന്നു വരാത്ത ആരെങ്കിലും ഈ വചനങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ജീവനുള്ള യേശുവിനെ അറിയുവാൻ അവരെയും കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെയാണ്. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.